കുടുംബത്തിലെ മേധാവി ആണാണോ പെണ്ണാണോ? പെണ്ണെന്ന് ഇനി കുടുംബത്തില് കുടുംബം ഇങ്ങനെ നോക്കുന്ന, അതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഹീറോ അല്ലെങ്കിൽ മേധാവി ആണാണോ പെണ്ണാണോ? നമ്മൾ പറയൂല അച്ഛനാണോ അമ്മയാണോ കുടുംബം നോക്കണേ എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. അപ്പൊ ഇപ്പോഴത്തന്നെ ഇവര് പറഞ്ഞു പെണ്ണാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ആണാണെന്ന് ഉടനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് തയ്യാറായി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം ഇതിനെ കാണുക. ഇത് ആരും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇവിടെ പറയുന്നതെല്ലാം ഇവിടെ അങ്ങ് സംസാരിച്ചിട്ട് മുമ്പോട്ട് പോവാം. അപ്പം റെഡി അല്ലേ? ഒന്ന് ആലോചിച്ചോളൂ. ഞാനൊന്ന് അവിടെ പോയി ഇരുന്നിട്ട് ടൈം തരാം. മേധാവി എന്ന് പറയുമ്പോഴത്തേക്കും കുടുംബം നടന്നു പോകാൻ വേണ്ടി ഭക്ഷണം മാത്രം പോരാ, പല 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 കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കണം. യെസ്, അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാര്യം പറയട്ടെ, പറഞ്ഞോ. കുടുംബത്തിലെ മേധാവി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ചിന്തിക്കാൻ പാടില്ല? ഒരിക്കലും ഇല്ല. ആണുങ്ങളില്ലേ ഉണ്ടല്ലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്തെങ്കിലും സാധനം അടുക്കള. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുമ്പോ ഈ അടുക്കള മാത്രം ഭരിക്കുന്ന ഒരാളല്ല. ആര് പറഞ്ഞു? കാലം മാറി പെങ്ങളെ, കാലം മാറി. പണ്ടത്തെ കാലത്ത് പിന്നെ അടുക്കള ഭരിക്കുന്നത് പോലെ അവിടെ ഒതുങ്ങി കൂടുന്ന എല്ലാ സ്ത്രീകള് എന്ന് പറയുന്നത് മുമ്പിലേക്ക് വരുന്നില്ലല്ലോ. ആണ് പെണ്ണുങ്ങൾക്ക് ഇത് വേണം, പെണ്ണുങ്ങൾക്ക് അത് വേണം, അത് വേണം, ഇത് വേണം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ എന്തൊരു കാര്യം നടത്തണോ അത് ആണുങ്ങൾ തന്നെ വേണം. എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ചുമ്മാ ഈ മേക്കപ്പ് ഇട്ട് നടക്കാൻ അല്ലാതെ വേറെ എന്തൊരു കാര്യം? തീർച്ചയായിട്ടും അതുകൊണ്ടൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മുടെ സൗന്ദര്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെയാണല്ലോ അത് ആണുങ്ങൾക്കല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ സൗന്ദര്യം എന്ന് പറയുന്നത്. ആണുങ്ങൾക്കാണ്. ഇപ്പൊ നേരെ മറിച്ചത് മനുഷ്യന്റെ അതാ പറഞ്ഞ മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ മേക്കപ്പ് ചെയ്തിട്ടാണ്. അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഈ മനുഷ്യന്മാരുടെ കാര്യം ഒന്ന് വിടുക, ആണുങ്ങളെ പെണ്ണുങ്ങളുള്ളത്. ഇപ്പൊ ആന സൗന്ദര്യം ആർക്കാ? ആണാനിക്ക, കൊമ്പനാനിക്ക്, മയില് പീലി വിടുന്നവരാ. ഇത് ആണിനാ. മനസ്സിലായോ? അങ്ങനെ ഏതെടുത്ത് സൗന്ദര്യം ആയിക്കോട്ടെ, കഴിവായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ ആണുങ്ങൾക്ക് തന്നെയാണ്. മനുഷ്യന് മാത്രമല്ല. മനസ്സിലായോ? സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റുന്നത് പോലെ പുരുഷന്മാർക്ക് പ്രസവിക്കാൻ പറ്റും. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റും. ഞാൻ മറുപടി വേറെ രീതിയിലേക്ക് പോകും. ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാലല്ലേ ഉള്ളൂ ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ പ്രസവിക്കണമെങ്കിൽ അതിന് കുറെ കടമകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ശരിക്കും പറയുമ്പോ ചേട്ടൻ ഉണ്ടാവണമെങ്കിൽ എന്തായാലും സ്ത്രീ ഇല്ലാതെ എന്തായാലും ഉണ്ടാവില്ല, പുരുഷൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ആണില്ലാതെ. ഞാൻ പറഞ്ഞേക്ക് ഒരു കുടുംബത്തിലേതായിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഏത് ഫീൽഡും ആയിക്കോട്ടെ, നമ്മളിപ്പം ഈ അടുക്കള ഇപ്പോൾ ഈ അടുക്കള കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ ഇങ്ങോട്ട് വെളിയിലേക്ക് വാ. മനസ്സിലായോ? അതാണ് രാഷ്ട്രീയം ആയിക്കോട്ടെ, മാധ്യമ രംഗം ആയിക്കോട്ടെ, ഏത് രംഗം ആയിക്കോട്ടെ. മനസ്സിലായോ? ഇപ്പൊ ഒരു പെങ്ങൾ ഇപ്പൊ എവിടെയും ടൂറ് പോവാണ്, ഇപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഒരു ഇതായി, അന്നേരം വിളിക്കുന്ന ആരെയെന്നറിയോ? ആണുങ്ങളെയാണ്. ആണുങ്ങൾ റിപ്പയർ ചെയ്ത് ആണുങ്ങളാണ്. എന്ത് മേഖലയാണ് പൈലിന്റെ പുറകിൽ ഇങ്ങനെ കോപ്പി കൊണ്ട് കൊടുക്കാൻ കൊള്ളു പെണ്ണുങ്ങളെ. എയർ ഹോസ്റ്റേഴ്സ് സ്ത്രീകൾ മാത്രമാണ് ഉള്ളത്. അതാ പറഞ്ഞത്, കൂടുതലും സ്ത്രീകളാണ്. കാരണം അവർക്ക് ചായ കുടിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ കുടുംബത്തിലുണ്ടോ? ആണുങ്ങളുണ്ട്. കുടുംബത്തില് നിങ്ങളിപ്പം ജോലി ചെയ്തു, ഒരു വീട്ടു ജോലി ചെയ്യുന്ന ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാം. അപ്പൊ അതാണ് ഞങ്ങളാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. വീട്ടിൽ ജോലി ചെയ്യാതെ നിൽക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? സ്ത്രീകൾ അത്രയും പവർ ഉള്ളത് ഒരിക്കലും ഞാൻ പറയില്ല പുരുഷന്മാർക്ക് ഉണ്ടെന്ന് ഞാൻ പറയൂല. സമ്മതിച്ചു തരാൻ വേണ്ടി പറ്റൂല. ഞാൻ സമ്മതിക്കൂല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു അടുക്കളയിൽ ഒരിക്കലും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല. പോട്ടെ. എന്താ